ഇപ്പൊ ലിന്നി യുവാനെ പുറത്തേക്ക് വിളിച്ചോണ്ട് സംസാരിക്കും. അതോടെ അവള് മൊത്തത്തിൽ പൊട്ടിക്കരഞ്ഞോണ്ട് നീ പോയപ്പോ തൊട്ട് ഞാൻ മൊത്തത്തിൽ സങ്കടത്തിലായിരുന്നു എന്ന് പറഞ്ഞ് അവളാണെ കരയാൻ തുടങ്ങും. അപ്പനാണ് ഇവള് പറയുന്നത് കേട്ട് യുവാനാണ് ആ ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കുന്നത്. എല്ലാരും പറയുന്ന പോലെ ഇവന് വേണ്ടി അവൾ ജർമ്മനി വന്നോണ്ട് യുവാൻ ഒരു ദിവസം പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോയി കാണും. പക്ഷെ അപ്പോഴായിരിക്കും ഏതോ ഒരു കോടീശ്വരൻ ഇവൾ ഗിഫ്റ്റ് വാങ്ങിച്ചെന്ന് പറഞ്ഞ് അവന്റെ ഫേസിനകത്ത് ഇവള് കിസ് ചെയ്യുന്നത് യുവാൻ കാണുന്നത്. അങ്ങനെ അതോടെ അവനും ഇവളുടെ ക്യാരക്ടർ എന്തോന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ചേരത്തില്ലെന്ന് അവനും പറയുമ്പോഴാണ് ഇവൾ അന്ന് ഇത് തെറ്റാന്ന് പറഞ്ഞ് ഇവനോട് സോറി പറയും. കൂടാതെ ഇനി ആ പയ്യന്റെ പുറകെ പോകത്തില്ലെന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് യുവാനാണ് സോറി, സത്യത്തിൽ നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരത്തില്ല, നിനക്ക് ചേരുന്ന ആരിലൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഇവനും പറയുമ്പോഴാണ് അവളാണ് പെട്ടെന്ന് ദേഷ്യത്തി യുവാൻ നിനക്ക് ഇപ്പോഴാ ഷൗമി ഇഷ്ടമാണോ, അതങ്ങ് പറഞ്ഞേര്, അതുകൊണ്ടല്ലേ നീ വേറെ ആരെ സ്നേഹിക്കാത്ത, യുവാൻ ഈ 10 വർഷം അവളല്ലേ നിന്റെ കൂടെ നിന്ന്, ഞാൻ നിന്റെ കൂടെ നിന്ന് ഏതിന് അവളും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ ഷൗമിയാണ് ഇവരെന്ന് പ്രോമിസ് ചെയ്ത സ്ഥലത്തൊക്കെ പോകും. അതായത് എല്ലാ വർഷവും ഒന്ന് ഇവര് ഫോട്ടോസ് എടുക്കുന്നു പറഞ്ഞ്. പക്ഷെ ഈ 10 വർഷത്തിൽ അവൻ ഒരിക്കൽ പോലും അവന്റെ പ്രോമിസ് കീപ്പ് ചെയ്തില്ല. അതുകൊണ്ട് അവളും ദേഷ്യത്തി നീ ഒരു കള്ളനാ രൂക്ഷി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അവൾ എഴുതുന്ന കഥയ്ക്ക് അവളുടെ പഴയ സ്കൂളിലേക്ക് ചെന്ന് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ അതേസമയം അവിടേക്ക് രൂക്ഷിയും വന്നിട്ടുണ്ട്. അങ്ങനെ ഇവൾ അവരുടെ സീക്രട്ട് പ്ലേസിലേക്ക് ചെന്നിട്ട് പഴയതൊക്കെ ഓർത്ത് വെക്കും. അതിനുശേഷം അവളും നമ്മൾ പ്രോമിസ് ചെയ്ത പോലെ നീ ഒരിക്കൽ പോലും എന്നെ ഒന്ന് കണ്ടില്ലെന്ന് പറഞ്ഞ് അവൾ ബോർഡിനകത്ത് എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവള് പോയി അതേസമയം രൂക്ഷ അവിടേക്ക് വരുമ്പോഴാണ് ഇവള് ബോർഡിനകത്ത് എഴുതി വെച്ചേക്കുന്നുണ്ട് അവനാണ് അപ്പൊ തന്നെ അവൾ തന്നെ ഷോവും. അങ്ങനെ അവന് ഷൗമി എന്ന് പറഞ്ഞ് വേറെ ആൾക്കാരൊക്കെ തെറ്റിരിച്ചിട്ട് അവൻ അവൾക്ക് വേണ്ടി അവളുടെ വീടിന്റെ പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഇതേ സമയം ഷൗമിയാണ് ഇവർ തമ്മിലിട്ട പ്രോമിസ് ഇതോടെ തീരുവാണ്. അതുകൊണ്ട് 10 വർഷത്തിൽ ഈ അവസാന ദിവസം അവനെ കാണാൻ വന്നില്ലെന്ന് പറഞ്ഞ് ഇവൾ അവിടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡ്രിങ്ക്സ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവൾ വിഷമിച്ചിരിക്കുന്നുണ്ട്. ഷൗയാണ് ആ രൂക്ഷയില്ലെങ്കിൽ വേറെ പയ്യന്മാരെ കൊണ്ടെന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ജിന്നിത് കേട്ടിട്ട് അവൻ എന്തെങ്കിലും റീസൺ കാണുമെന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യും. അതിനുശേഷം ജിന്ന് ഷൗവിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ യുവാനെങ്കിൽ പിന്നെ ഷൗമി വീട്ടിൽ കൊണ്ടാക്കാന്ന് പറയും. അപ്പോഴായിരിക്കും അതേസമയം അവിടേക്ക് രൂക്ഷി ഓടിയെത്തുന്നത്. അതേസമയം യുവാനും നമുക്കിപ്പോ വീട്ടിൽ പോകാന്ന് പറഞ്ഞ് ഷൗമിയെ വിളിക്കുമ്പോൾ അവളാണ് ഞാൻ പാട്ട് പാടിയാലേ രൂക്ഷി വരത്തോളം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവളുടെ സൗണ്ട് കേട്ട് രൂക്ഷി ഇങ്ങനെ അകത്തേക്ക് കയറി വരുന്നത്. ഇത് കണ്ട് യുവാൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഷൗമിയാൻ അപ്പത്തിന് അടുത്തേക്ക് ചെന്ന് അവനെ കിസ് ചെയ്യും. അതിനുശേഷം രൂക്ഷ അവള് വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇവളാണ് ഇതൊക്കെ സ്വപ്നം എന്ന് പറഞ്ഞ് വിചാരിച്ചോണ്ടിരിക്കുക. അങ്ങനെ അവള് സ്വപ്നത്തിനെ പൊക്കിയെടുത്തോണ്ട് പോകുന്നുണ്ട്. നിനക്കൊരു 100 പോയിന്റ് തരാന്ന് പറയുമ്പോൾ അവനാണ് സത്യത്തിൽ ഇവളുടെ കൂടെ ഉള്ളതെന്ന് അറിയും. പക്ഷെ അവളത് വിശ്വസിക്കാതെ ഇവനെ പ്രോമിസ് ചെയ്യാൻ പറയുമ്പോഴാണ് അടുത്ത സെക്കൻഡിന് അവളും ദേഷ്യപ്പെടും. ഓ നിന്റെ അടുത്ത് ഞാൻ പ്രോമിസ് ചെയ്യുന്നില്ല, കാരണം അതും കള്ളമല്ലേ എന്ന് ഇവളും പറയുമ്പം അവനാണ് പെട്ടെന്ന് അവളോട് സോറി പറയും. അപ്പനാണ് ഷൗമിയും ഓ നീ എന്തിനാ സോറി അയക്കുന്നത്, അത് യഥാർത്ഥത്തിൽ രൂക്ഷയുടെ തെറ്റല്ലേ, നീ സ്വപ്നത്തിൽ വരുന്നതുകൊണ്ട് നീ എപ്പോഴും എന്റെ കൂടെ തന്നെ കാണും എന്ന് അവളും പറയുമ്പം ഇവനാണ് അവളെ ഇറക്കി വിട്ടിട്ട് ഷൗമി ഇത് സ്വപ്നമല്ല, ഞാൻ സത്യത്തിൽ ഇപ്പൊ നിന്റെ കൂടെയുള്ള എന്ന് അവൻ പറയുന്നത് കേൾക്കാത്ത അവസ്ഥയിൽ അവൾ ഇപ്പോൾ ഉള്ള. അതുകൊണ്ട് അവൾ അവിടുത്തെ ഫ്ലവേഴ്സ് കണ്ടിട്ട് ഇതിനുമ്പേ നീ എനിക്ക് സ്വപ്നത്തിൽ ഫ്ലവേഴ്സും തന്നില്ലെന്ന് പറഞ്ഞ് അവനത് വാങ്ങിച്ചു തരാൻ പറയും. അതിനുശേഷം അവരുടെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ഷൗമിയാണ് നാളെ രാവിലെ ഈ സ്വപ്നം മൊത്തത്തിൽ പോകുമെന്ന് പറഞ്ഞ് അവള് പെടും ദേഷ്യത്തിലാവും. ഇതോടെ അവനും സ്വപ്നമല്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞ് അവനെ വേണേ അടിക്കാൻ പറയുമ്പം ഇവളാണ് പെട്ടെന്ന് ദേഷ്യപ്പെടും. അങ്ങനെയാണ് ഇത്ര വർഷം നീ എന്താ വരാത്തെ, നമ്മൾ പ്രോമിസ് ചെയ്തപോലെ നീ കോളേജിൽ പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ ഓരോ ദിവസം അവിടെ ചെന്ന് അന്വേഷിക്കാറുണ്ട്, പക്ഷെ ഒരു ദിവസം പോലും നീ അവിടെ അഡ്മിഷൻ എടുത്തായിട്ട് ഞാൻ അറിഞ്ഞില്ല. കൂടാതെ നിന്റെ ഫോൺ നമ്പർ നീ ചേഞ്ച് ചെയ്ത് ഞാൻ നിനക്ക് വേണ്ടി ഇത്രയും വർഷം വെയിറ്റ് ചെയ്തപ്പോൾ എല്ലാരും പറയായിരുന്നു നിനക്ക് വേണ്ടി ഞാനിന്ന് വെയിറ്റ് ചെയ്യേണ്ടെന്ന്. പക്ഷെ അതൊന്നും കേൾക്കാതെ നിനക്ക് വേണ്ടി ഇപ്പം വരെ വെയിറ്റ് ചെയ്ത ഇനി നീ വല്ല ആക്ടറായെന്ന് വിചാരിച്ച് ഞാൻ കുറെ ഡ്രാമാസ് സിനിമയെ കണ്ടു നോക്കി, പക്ഷെ അവസാനം വരെ എനിക്ക് നിന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. രൂക്ഷി ഇനി ഞാനെങ്ങനെ നിന്നെ വിശ്വസിക്കുന്നത് ഏതിന് അവളും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവൻ ഇമോഷണലായിട്ട് അവളോട് സോറി പറയും. ഇതോടെ അവളും കട്ട ദേഷ്യത്തി ഇനി സോറി വെച്ചിട്ട് എന്തോ പ്രയോജനം എന്ന് പറഞ്ഞ് അവളുടെ സ്വപ്നത്തിരുന്ന് ഇവനെ പോകാൻ പറയും. അപ്പോഴാണ് അവൻ അവൾ അടുത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് ഞാൻ സത്യത്തിൽ ഇപ്പൊ തിരിച്ചെത്തി ഷൗമി എന്ന് പറഞ്ഞ് അവൾ ആശ്വാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം അവള് സ്വപ്നമായിരിക്കും എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഇന്നലെ സ്വപ്നത്തിൽ കണ്ടുപോലെ ആ ഫ്ലവേഴ്സ് ഇപ്പൊ ഇവളുടെ റൂമിൽ കാണും. അപ്പോഴായിരിക്കും ഇവൾക്ക് കാര്യം മനസ്സിലാന്ന് അപ്പൊ സത്യത്തിൽ രൂക്ഷി തിരിച്ചെത്തിയെന്ന്. കൂടാതെ അവ ആദ്യമായിട്ട് ഇപ്പൊ ഡ്രാമയിൽ ആക്ട് ചെയ്യാൻ പോകാന്ന് പറഞ്ഞ് ന്യൂസിനകത്തൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അവനവന്റെ ഫാൻസിനോടൊക്കെ ഇതുവരെ സിനിമയിലോ ഡ്രാമയിലോ ആക്ട് ചെയ്യാൻ ചാൻസ് കിട്ടാത്തോണ്ട് അവനെ ആരും കാണാത്തെന്ന് അറിയാം. അതുകൊണ്ട് ഇപ്പൊ ഒരു ചാൻസ് കിട്ടിയതുകൊണ്ട് അവൻ മറ്റേ സ്കൂളിൽ വന്ന ഡയറക്ടറിനോട് താങ്ക്സ് അറിയും. കാരണം അദ്ദേഹമാണ് ഇപ്പൊ ഇവനെ വെച്ചൊരു ഡ്രാമ എടുക്കുന്നത്, അതും നമ്മുടെ ഷൗമി എഴുതിയ കഥ. അങ്ങനെ അദ്ദേഹം പണ്ട് ഇവനെ സ്കൂളിൽ വെച്ച് കണ്ടപ്പോ തന്നെ ഇവന്റെ ടാലന്റ് മനസ്സിലാക്കി എന്നറിഞ്ഞ് അവനെ കുറിച്ച് പൊക്കി പറയുമ്പോൾ ഇവൻ അദ്ദേഹത്തിന് താങ്ക്സ് അറിയും. അതിനുശേഷം അവിടുത്തെ ആങ്കറും ഇവൻ ഈ ഡ്രാമ തന്നെ ചൂസ് ചെയ്യാൻ വല്ല റീസൺ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവനാണ് ഇത് അവന്റെ ലൈഫിൽ ഒരു പ്രോമിസ് ആണെന്ന് പറയും. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ അവൾ എഴുതുന്ന കഥയിൽ ഇവ ഹീറോ ആയിട്ട് അവരെന്ന് പ്രോമിസ് ചെയ്താന്ന് പറയും. അങ്ങനെ ആ ന്യൂസ് അവളും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ റൂമിലേക്ക് രൂക്ഷയാണ് കയറി വരും. അങ്ങനെ അവനെ കണ്ട് അവൾ സന്തോഷപ്പെട്ടാലും ഇവളാണ് പെട്ടെന്ന് ദേഷ്യത്തി നീ എന്തിന് ഇപ്പൊ ഇവിടേക്ക് വന്നെന്ന് പറഞ്ഞ് അവനെ അങ്ങ് പുറത്തേക്ക് പറഞ്ഞേക്കും. അതിനുശേഷം അവൾ അകത്തുനിന്ന് പൊട്ടിക്കരയുമ്പോഴാണ് ഇത് കേട്ട് അവനാണ് വിഷം വന്നിട്ട് ഷൗമി എല്ലാം എന്റെ തെറ്റാ സോറി എന്ന് അവനും പറയുമ്പോഴാണ് ഇത് കണ്ട് അമ്മയാണ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ അവന് വീട്ടിലേക്ക് വിളിച്ചെന്ന് പറഞ്ഞ് അവളോട് സോറി പറയും. അതിനുശേഷം അവൾ ഒന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവളുടെ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് രൂക്ഷയാണ് അവൾക്ക് മെസ്സേജ് പറയും ഇവനെ കൊണ്ട് പാസ്റ്റ് മാറ്റാൻ പറ്റത്തില്ലെങ്കിലും അവന്റെ തെറ്റുമാറ്റാൻ ഇനി ഒരു ചാൻസും കൂടെ തരണമെന്ന്. അതുകൊണ്ട് എത്ര കാലം എടുത്താൽ ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ് അവൻ പുറത്തന്നെ നിൽക്കുമ്പോഴാണ് ഇവളാണ് സത്യദീപ് നിൽക്കുമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ചെന്ന് നോക്കും. അപ്പോഴാണ് അവൻ യുവാനെ ഫോൺ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകുന്നത്. ഇത് കണ്ട് അവൾ ദേഷ്യത്തി എത്ര കാലമാണ് നിൽക്കുന്ന
പറഞ്ഞിട്ട് ഇപ്പൊ നിനക്ക് 5 സെക്കൻഡിൽ നിൽക്കാൻ വയ്യല്ലേ. എന്നിട്ട് അവളും വീണ്ടും ദേഷ്യത്തിലാകുമ്പം ഇവിടെ യുവാനാണ് ഇവന്റെ വിളി കേട്ട ഉടനെ അവൻ നേരിട്ട് രൂക്ഷ അവിടച്ച് കണ്ട് ഒറ്റ റേഡിയേഷൻ കൊടുക്കും. എടാ നാണില്ലാത്തവനെ, നീ അവളെ സുരക്ഷയായിട്ട് നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് നീ എന്തിനാണ് അവളെ വീശിട്ട് പോയ? ഇതിലവൻ എനിക്ക് സത്യം ചെയ്തേക്കുന്നു. എന്നിട്ട് അവനും പറഞ്ഞിട്ട് പെട്ടെന്ന് രൂക്ഷയെ അങ്ങ് ഹഗ് ചെയ്യും. അപ്പോഴാണ് രൂക്ഷയും ഞാൻ ചെയ്ത് തെറ്റാളിയെന്ന് പറഞ്ഞ് ഇവനോടിരുന്ന് സോറി ചോണ്ടിരിക്കും. അതിനുശേഷം യുവാൻ തന്നെ അവന്റെ മുറിവിന് മരുന്ന് അപ്ലൈ ചെയ്യുമ്പോഴാണ് നീ ജർമ്മനി പോയതിനു ശേഷം എന്തൊക്കെയാണ് കഴിച്ചെന്ന് പറഞ്ഞ് അവന് വേദന സഹിക്കാൻ പറ്റാതിരിക്കും. അപ്പോഴാണ് യുവാനും നിനക്കത് തന്നെ വേണം, നിന്നെ ആരും ഇത്രയും വർഷം ഇങ്ങോട്ടൊന്ന് വരാതിരിക്കാൻ പറഞ്ഞ്. നിന്നെ ഓർത്ത് അവൾ എത്രമാത്രം വിഷമിച്ചെന്നറിയോ. ഇനി ഷൗമി എല്ലാം പുറത്തു വന്ന് കണ്ട നമ്മൾ അടികൂടിയതെന്ന് വിചാരിക്കും. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് രൂക്ഷയാണ് അപ്സെറ്റ് ആയിട്ട് ഓ അവളൊന്നും വരത്തില്ല, അവളെന്നെ ക്ഷമിക്കും തോന്നുന്നില്ലടാ. എന്നിനെ രൂക്ഷ പറഞ്ഞോടെ യുവാനാണ് ദേഷ്യം വരും. എടാ നിനക്ക് എന്തിന്റെ കഴപ്പാടാ, 10 വർഷം അവൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത്, നിനക്ക് ഈ രാത്രി മാത്രം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവളെ നിന്നോട് ദേഷ്യപ്പെടുന്നതൊക്കെ നിന്നോട് സ്നേഹമുള്ളതുണ്ടാ, നീ വേണം നോക്കിക്കോ. അവളുടെ മനസ്സിൽ അവൾ നിന്നെ പെട്ടെന്ന് തന്നെ ക്ഷമിക്കും. എന്നിന് യുവാനെ ആശ്വാസപ്പെടുത്തുമ്പോഴാണ് ഇത് കേട്ട് രൂക്ഷയും അവൾ ഇനി എത്ര വർഷം എടുത്താലും ഞാൻ ഇനി അവളെ ഒറ്റയ്ക്കാക്കിട്ട് പോകത്തില്ലെന്ന് ഇവനെ വിഷമിച്ച് പറയുമ്പോഴാണ് യുവാനാണ് ഇപ്പൊ ഇവന്റെ പാരന്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഓ എനിക്കെന്തുവാടാ, എന്റെ വീട്ടിൽ ഇപ്പൊ എല്ലാവർക്കും സുഖം, നീ അറിഞ്ഞാണല്ലോ ഞാൻ ഇപ്പൊ വലിയ ആക്ടറായി, അതുകൊണ്ട് പൈസക്കൊന്നും കുറവില്ല. എന്നിന് രൂക്ഷ്യം പറയുമ്പോഴാണ് ഇത് കേട്ട അവനും ആ മതി ഓവർ ഷോ ഒന്നും കാണിക്കണ്ട, എങ്കിൽ പിന്നെ ഇനി അവളെ കൂടെ നിന്ന് നോക്കിക്കോണം. ജർമ്മനി വെച്ച് നിങ്ങൾ തമ്മിൽ എന്തേലും വഴക്കുണ്ടായെന്ന് അറിഞ്ഞാല ഞാൻ അപ്പത്തന്നെ ഇവിടേക്ക് നിന്നെ അടിച്ച് പഞ്ഞിക്കിടും. എന്നിന് ഇവനും പറയുമ്പം രൂക്ഷയാണ് യുവാന് താങ്ക്സ് പറയും. അപ്പോഴാണ് അവന് താങ്ക്സ് ഒന്നും വേണ്ട, നിങ്ങൾ രണ്ട് സന്തോഷമായിട്ട് ജീവിച്ചാൽ മതിയെന്ന് അവനും കുറച്ച് ഇമോഷണൽ ആയിട്ട് പറയും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഷൗമിയും ഇവര് കറങ്ങിയ സ്ഥലത്തേക്ക് ചെന്ന് ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്കാണ് രൂക്ഷം നിൽക്കും. ഇതോടെ അവളാണ് ദേഷ്യത്തി നീ എന്തിനാണ് ഇപ്പൊ ഇവിടേക്ക് വന്ന്, ദാ നീ ഒട്ടിച്ച് പ്രോമിസ് അതിനകത്ത് ഇരിപ്പുണ്ട്, നമ്മൾ ഒരേ കോളേജ് പഠിക്കുമെന്ന്, അത് വേണം നോയിക്കൊണ്ടിരി. എന്നിട്ട് അവള് ദേഷ്യത്തി അവിടെ നോക്കുമ്പോഴാണ് ഇവന് പറയുന്ന അവള് ശല്യപ്പെടുത്തും. ഷൗമി നീ എന്തിനാ നടന്നു വന്ന്, വന്നെന്റെ കാറിൽ കയറി. എന്നിട്ട് അവള് ഫോഴ്സ് ചെയ്ത് കാറി എടുത്തുമ്പോഴാണ് ഇവളാണ് രക്ഷപ്പെട്ട് പോകാൻ നോക്കും. അപ്പോഴാണ് അവനും ഇവിടെ നനങ്ങി അവൻ കിസ് ചെയ്യുന്ന പറഞ്ഞ് പേടിപ്പിച്ച ഉടനെ അവളാണ് സൈലന്റ് ആകും. എന്നിട്ട് അവൻ ഇന്നലെ ഇവള് കിസ് ചെയ്ത കാര്യമൊക്കെ പറയുമ്പം ഇത് കേട്ട് അവള് ശരിയായിട്ട് അത് ബോധമില്ലാതെ അറിയാ ചെയ്തോ ഇതാന്ന് പറഞ്ഞ് അവള് മൊത്തം നെർവസ് ആകും. എടാ രൂക്ഷി നീ അതും വെച്ച് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കല്ല, ഞാൻ നിന്നെ ഒരിക്കലും ക്ഷമിക്കത്തില്ല. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും ഓ മാം ഞാനിപ്പോ വന്നത് നമ്മുടെ കഥയെ കുറിച്ച് അറിയാൻ വേണ്ടിയാ, നിങ്ങളല്ലേ എന്റെ കഥ എഴുതുന്നത്, അതുകൊണ്ട് വർക്ക് വിഷയത്തിൽ നമുക്കൊന്ന് സംസാരിച്ചാലോ. എന്നിട്ട് ഇവനും ചോദിക്കുമ്പം അവളും വർക്ക് അല്ലാതെ വേറെ ഒന്നും സംസാരിക്കണം എന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് ഇവര് പണ്ടുപോയ പാർക്കിലേക്ക് പോകും. അങ്ങനെ അവൾ ഒറ്റയ്ക്ക് ആ ഫെയർസ് വീലിൽ കറങ്ങണം എന്ന് പറയുമ്പം ഇവനാണ് ഒറ്റയ്ക്ക് എന്തിനാ ഞാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അവളുടെ കൂടെ കയറിയിരിക്കും. അങ്ങനെ ഇവൾ എവിടെ ഒറ്റയ്ക്ക് പോകാൻ വിചാരിച്ചാലും അവനാണ് വർക്ക് ഒരു റീസൺ ആയിട്ട് പറഞ്ഞ് അവളുടെ കൂടെ തന്നെ പോകും. അങ്ങനെ ഹൈറ്റ് എത്തിയ ഉടനെ ഇവനും പെട്ടെന്ന് പ്രാർത്ഥിക്കും ഞാനും ഷോമീനും ഒരിക്കലും സെപ്പറേറ്റ് ആയി പോകലെന്ന് പറഞ്ഞ്. ഇത് കേട്ട് അവളാണ് ചിരിച്ചിട്ട് നീ ഇപ്പോഴും കൊച്ചുള്ളവരെ വിഷ് ചെയ്തോണ്ടിരിക്കണം ചോദിക്കും. അതോടെ അവനും ഒരേശി ഈ വിഷ് നടക്കുവാണ് എന്തായാലും ആഗ്രഹിക്കുന്ന നല്ലതില്ലെന്ന് പറഞ്ഞ് അവളോട് പറയുമ്പം ഇവൾ വീണ്ടും പഴയത് കോർത്ത് നോക്കും. ഇവൾ കോളേജ് പഠിക്കുമ്പോഴും ഇതേപോലെ വിഷ് ചെയ്തിട്ടുണ്ട് ഇവൻ എന്തെങ്കിലും ഒരു ദിവസം ആ കോളേജിൽ നിന്ന് അഡ്മിഷൻ എടുക്കണമെന്ന്. അതുകൊണ്ട് അവളിപ്പോ അതോർത്തിട്ട് എനിക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞ് ആ പാർക്കിൽ നിന്ന് ഇവരങ്ങ് ഇറങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് മഴ വരാമോ എന്ന് അറിഞ്ഞ ഉടനെ ഷൗമിയാണ് മൊത്തത്തിൽ പേടിച്ചു പോകും. ഇത് കണ്ട് അവന് ടെൻഷനായിട്ട് ഇവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് ആശുപത്രി പോകാന്ന് പറയുമ്പം അവളാണ് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് കരയാൻ തുടങ്ങും. കാരണം ഇവൻ എന്നാണോ ഇവളെ മഴയത്ത് ചൊറ്റയ്ക്കാക്കിട്ട് പോയ അന്നോട്ട് ഇവൾക്ക് മഴ ഭയങ്കര പേടിയാകും. അതിനുശേഷം അവൻ അവളെ കൊണ്ട് വീട്ടിലാക്കുമ്പോഴാണ് ഇവളാണ് ഇനി വർക്ക് വിഷയമല്ല സംസാരിക്കൊണ്ട് അത് നമുക്ക് ചാറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ നോക്കും. അങ്ങനെ ഇത് കണ്ട് അവൾ അവിടെ തടഞ്ഞെടുത്തുമ്പോഴാണ് ഇത് കണ്ട് അവളും ദേഷ്യത്തി ഇവൻ ഈ 10 വർഷം പ്രോമിസ് ചെയ്തതിൽ വന്നില്ലെങ്കിലും അതിനുള്ള റീസണെങ്കിലും എന്തോന്നറിഞ്ഞ് അവനോട് ചോദിക്കും. പക്ഷെ അവനാണ് എന്ത് റീസൺ പറഞ്ഞാലും അതൊരിക്കലും ഞാൻ ചെയ്ത തെറ്റിന് ഒരു സൊല്യൂഷൻ ആയിരിക്കത്തില്ലെന്ന് അവനും പറയുമ്പം അവളാണ് ദേഷ്യത്തി അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം അവളും പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവൻ അവളുടെ വീട്ടിലിരുന്ന് തന്നെ അവളെ ഫോളോ ചെയ്ത് പോകും. അങ്ങനെ അവളും പുറത്തിരുന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഷൗയാണ് ഇവൾക്ക് മെസ്സേജ് പറയും ലിന്ന് യുവാനെ എപ്പോഴും ബ്രേക്കപ്പ് ചെയ്തതാണ്. കാരണം ആ ലിന്ന് പുറയുന്ന യുവാനെ ചതിച്ചത്. അതുകൊണ്ട് ഈ ലിൻ ഇപ്പോഴും പഴയതുപോലെ തന്നെ ഫുള്ള് കള്ളത്തരുവാന്ന് ഷൗമിക്ക് മെസ്സേജ് പറയും. അങ്ങനെ ഇതിന് ഷൗമി റിപ്ലൈ ചെയ്യാൻ പോകുമ്പോഴാണ് പെട്ടെന്നായിരിക്കും അവിടേക്ക് ലിൻ വരുന്നത്. ഷൗമി നീ ഒരു ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പോകുന്ന അറിഞ്ഞായിരുന്നല്ലോ, കൺഗ്രാജുലേഷൻ, അവസാനം ഇപ്പോഴെങ്കിലും നിനക്ക് സന്തോഷപ്പെടാല്ലോ. എന്നിട്ട് ഇവളും പറഞ്ഞ ഉടനെ ഷൗമിയാണ് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി വരും. അങ്ങനെ ഇത് കണ്ട് രൂക്ഷ അടുത്ത് ചെല്ലാൻ നോക്കുമ്പോഴാണ് ലിന്നാണ് അവളോട് പറയും ഷൗമി ഞാൻ നിന്നെ ഓർത്ത് സന്തോഷപ്പെട്ടെന്നേ ഉള്ളൂ, നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ. എന്നിട്ട് അവളോട് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ഷൗമിയാണ് ഞാൻ എപ്പോഴും നിന്നെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടോളെന്ന് പറഞ്ഞ് അവളെ അഡ്വൈസ് ചെയ്യും. സത്യത്തിൽ അവൾക്ക് യുവാനോട് സ്നേഹമുണ്ട്, മറ്റുള്ളവർ വിചാരിച്ച് കുറ്റം കണ്ടുപിടിക്കാതെ അവൾക്ക് കിട്ടിയ ചാൻസ് യൂസ് ചെയ്യണമെന്ന്. ഇതോടെ അവളും പെട്ടെന്ന് നിന്റെ അഡ്വൈസിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവിടേക്ക് സോറി ഷൗമി എന്ന് പറഞ്ഞ് ഒരു കേക്ക് ഇവളുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ അത് ആരാൻ ചോദിച്ചപ്പോൾ അങ്ങേര് പേര് പറഞ്ഞില്ലെന്ന് ആ സ്റ്റാഫും പറയുമ്പം ഇവളാണ് രൂക്ഷിയിരിക്കുന്നിട്ട് എങ്കിൽ പിന്നെ പേരറിയാത്ത അയാളോട് ഞാൻ തിരിച്ചു കൊടുക്കുന്ന പറഞ്ഞ് ഇവളതങ്ങ് പറഞ്ഞയക്കും. അങ്ങനെ ഇതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. നിങ്ങളെല്ലാവരും ലൈക്ക് ഇട്ട് അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. Shiv edits.